ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു പുതിയൊരു പ്രഭാതത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരാണ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് ഈശോ ദേവാലയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കപ്പെടുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. എവിടെയൊക്കെ ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, എവിടെയൊക്കെ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ, അവിടെ ഈശോ ചാട്ടവാറെടുക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ ജെറുസലേം ദേവാലയത്തിന്റെ ഘടന നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിന്റെ അകത്ത് ഈശോ ശുദ്ധീകരണം നടത്തിയിട്ടില്ല. ഇത് വിശുദ്ധ ബൈബിള് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇന്ന് ദേവാലയത്തിൽ ഹൈക്കലെന്നും മധുബഹയെന്നും ഒക്കെ നമ്മൾ വേർതിരിച്ചതുപോലെ അവിടെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. അത് പുരോഹിതൻ ഒരിക്കൽ മാത്രം കയറുന്ന അതിവിശുദ്ധ സ്ഥലം, ബലിയർപ്പിക്കാൻ കയറുന്ന വിശുദ്ധ സ്ഥലം, പിന്നെ യഹൂദ പുരുഷന്മാർക്ക് നിൽക്കാനൊരു സ്ഥലം, യഹൂദ സ്ത്രീകൾക്ക് നിൽക്കാനൊരു സ്ഥലം, അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ജാതിയർക്ക് നിൽക്കാൻ, അതായത് സമരിയക്കാർക്കൊക്കെ നിൽക്കാനിരുന്ന സ്ഥലം. അവിടെയാണ് ഇവന്മാർ ചെയ്തത്, ഈ യഹൂദ ചെയ്തത്. അവർ ഈ വസ്തുക്കൾ വിൽക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം യഹൂദർക്ക് നിൽക്കാവുന്ന സ്ഥലത്ത് അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തത് സമരിയക്കാർ പ്രാർത്ഥിച്ചിരുന്ന ഇടത്താണ്. കാരണം നമുക്കറിയാം സമരിയക്കാരുടെ ഇവർക്കൊരു റിവെഞ്ച് ഉണ്ടെന്നുള്ളത്. കാരണം ആ മനുഷ്യര് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിലേക്ക് പോയത് കൊണ്ട്, പുറപ്പാട് അനുഭവത്തിലൂടെ മറ്റ് വംശജരുമായിട്ട് വിവാഹം കഴിച്ചത് കൊണ്ട്, സത്യം പറഞ്ഞാൽ അവരെ ഒരു രണ്ടാം കിട മനുഷ്യരായിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് അവർ പ്രാർത്ഥിക്കാനുള്ള ഇടത്തുകൊണ്ട് ഇവർ സൂത്രത്തിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുന്നത്. സംഭവിച്ചത് യഹൂദന്റെ പ്രാർത്ഥന ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ബാധിച്ചത് മുഴുവൻ ഈ വിജാതീയ ഗണത്തെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോ ശരിക്കും ചാട്ടവാറെടുക്കുന്നത് ദേവാലയത്തിൽ കച്ചവടം നടത്തി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വിജാതീയരായ മനുഷ്യർക്ക്, ഈ സമരിയക്കാർക്ക് പ്രാർത്ഥിക്കാനുണ്ടായ ആ കുഞ്ഞിടത്തെ ഇവര് പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബഹളമയമാക്കുന്നതിനെ എതിരെയാണ് ഈശോ ശരിക്കും ചാട്ടവാറെടുക്കുന്നത്. അപരന്റെ പ്രാർത്ഥനകൾക്ക് നീ എപ്പോഴെങ്കിലും തടസ്സമാവുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, കർത്താവ് നിന്നെ ചാട്ടവാറെടുക്കും എന്നുള്ളതിനെതിരെ. ജീവിതത്തിൽ നമ്മൾ വേണ്ടത് ഇത്രയേ ഉള്ളൂ. അപരനെ പ്രാർത്ഥിപ്പിക്കാൻ ഒരിക്കലും, അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനയോ അവന്റെ ആത്മീയ ജീവിതത്തെയോ ഒരിക്കലും നമ്മൾ കാരണം തടസ്സപ്പെടുത്തരുത്. എൻ്റെ വാക്കുകൊണ്ട് അവനെ വേദനിപ്പിച്ചത് കൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം മുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവനെ കളിയാക്കി പിന്നെ അവനെ പ്രാർത്ഥിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവനെ മാറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും കാര്യമില്ലടാ, ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ കൃത്യമായിട്ട് അവൻ്റെ ജീവിതത്തെ നമ്മൾ വേറൊരു രീതിയിലേക്ക് ചാനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പിച്ചോ, അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ തടസ്സപ്പെടുത്തുന്നുണ്ടോ. ഇനി ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ, എന്നിട്ട് നിങ്ങളുടെ ജീവിതം സുന്ദരമല്ലേ? അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുകയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോണ അമ്മ വീട്ടിലൊന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിക്കുക പിന്നെ എന്തിനാ പള്ളിയിൽ പോണേ? കാരണം പള്ളിയിൽ പോയിട്ട് ഇത് തന്നെ അവർ ജീവിക്കുക. അപ്പോൾ ആത്മീയ ജീവിതത്തിന് നീ ആരുടെയൊക്കെ ജീവിതത്തെ തടസ്സമാക്കുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്താവ് കൃത്യമായിട്ട് ചാട്ടവാറെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം നമുക്ക് ധ്യാനിച്ചെടുക്കാൻ. എൻ്റെ ആ ജീവിതം ആത്മീയമായ ഒരു ജീവിതമാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമീകരിക്കണം. ആത്മീയതയിലേക്ക് നയിക്കാൻ, ക്രിസ്തുവിലേക്ക് നയിക്കാൻ ആ ജീവിതം സുന്ദരമാകും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരുടെയും പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാതിരിക്കണം. ആ ഒരു ബോധ്യത്തോടെ കൃത്യമായ ഒരു ആത്മീയതയുള്ള നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.